ഹലോ ഗേയ്സ്, എന്തെല്ലാം വിശേഷം? ഇന്ന് ഇതായി കാണുന്നതാണ് മെട്രോ സ്റ്റേഷനാണ് നസീമിലെ. നമ്മളിന്ന് മെട്രോയിൽ കയറാൻ പോവാണ്. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം കയറാൻ. ഇവിടെ പാർക്കിംഗ് ഒന്നുമില്ല ഗേയ്സ്, ഫുള്ള് പാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഈ മെട്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2014 ഇവർ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ വർക്ക്. ഏകദേശം 2 വർഷം മുമ്പ് ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 വർഷത്തോളം ട്രയൽ ഓടിയതായിരുന്നു. ഇപ്പോൾ ഈ ഡിസംബർ 1 തീയതി മുതലാണ് ഇപ്പോൾ ആളുകൾ കയറൽ തുടങ്ങിയതും സർവീസ് തുടങ്ങിയത്. ഇത് ഒരു 6 ലൈനായിട്ടാണ് വരുന്നത്. അതായത് കളറുകളിലാണ് ഈ ലൈൻ അറിയപ്പെടുന്നത്. റെഡ് ലൈന്, പിന്നെ അതുപോലെ ഗ്രീന്, റെഡ്, യെല്ലോ, പർപ്പിൾ, അങ്ങനെ പോയിട്ടുള്ള 6 കളറിലാണ് ഇത് വരുന്നത്. പിന്നെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. നമുക്ക് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടണം. അതിനുശേഷം നോക്കാം, നമുക്ക് പോയി നോക്കാം. പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്, പോയി നോക്കാം. കയറി നോക്കാം. സീമുള്ള സ്റ്റേഷനിലാണ് കയറിയത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ATM കാർഡ് വെച്ചും എടുക്കാം. പിന്നെ അല്ലാതെ ഒരു കാർഡുണ്ട്, ഈ മെട്രോൻ്റെ കാർഡുമായിട്ട് അതിൽ റീചാർജ് ചെയ്തുള്ള സംവിധാനമുണ്ട്. നസീം സ്റ്റേഷനാണ് ഇത്. കാഫ്റ്റിക്കാട്ടോ പോകുന്നത്. ഇവിടെ നിന്നെടുത്ത് കാഫ്റ്റിക്കാണ് പോകുന്നത് നസീമെന്ന്. കാർഡ് എടുക്കാൻ പോവാണ്. നമ്മുടെ ടിക്കറ്റ് ചാർജ് കയറുന്നത് എത്രയാണെന്ന് വെച്ചാൽ 4 റിയാൽ, 4 മണിക്കൂറിനേക്ക് 4 റിയാലാണ്. ആ 4 റിയാൽ കൊണ്ട് നമുക്ക് പിന്നെ എത്ര തവണ വേണമെങ്കിലും കയറി ഇറങ്ങാം. മെട്രോ ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും ഇറങ്ങാം. പിന്നെ പുറമെ ഇവിടെ ബസ് സർവീസ് ഉണ്ട്, അതിനും ഈ ഒരു പൈസ ആവുകയും ഈ 4 റിയാൽ ഇൻക്ലൂഡ് ആവും. എല്ലാവരും മെട്രോ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. 5 മിനിറ്റ് വെച്ച് ഞാൻ വണ്ടി വരുന്നതായിരിക്കും. ഇവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഗാലറിയാണ് ഗെയ്സ്. ഡ്രൈവറില്ലാതെ ലോകത്തിലെ തന്നെ ഏറ്റവും ദൂരം, അതായത് ഏറ്റവും ദൂരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ട്രെയിനാണ് റിയാദ് മെട്രോ. ഇത് 6 ലൈന് ടോട്ടൽ വരുന്നത് 176 കിലോമീറ്ററാണ് വരുന്നത് അറൗണ്ട്. പിന്നെ അതുപോലെ 85 സ്റ്റേഷനുകളുണ്ട്. ഈ ഒരു പിന്നെ ഒരു ബോഗിയിൽ 300 മുതൽ 350 പേർക്ക് വരെ കയറാം. ഇതിപ്പം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നസീം അയ്യസ്സലാം, ഖുദ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ഖുറൈഷ് മാള്, യർമൂക്ക്, അത് യർമൂക്ക് ലുലു മാളിൻ്റെ അടുത്ത് യർമൂക്ക് കഴിഞ്ഞാൽ പിന്നെ ഗുർനാത്ത മാള്, ഗുർനാത്ത കഴിഞ്ഞാൽ പിന്നെ സാബിക്ക്, അത് കഴിഞ്ഞാൽ കാഫ്റ്റ്. മാർക്കാൻ സേവ്, ഖുറൈഷ് മാളിലുള്ള മാർക്കാൻ സേവ് അല്ല, ഖുറൈഷ് റോഡിലുള്ള മാർക്കാൻ സേവ് ആണ്. ഖുറൈഷ് റോഡൊക്കെ കണ്ടില്ലേ, ബ്ലോക്കൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് മെട്രോ വന്നതിന് ശേഷം. ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റേഷനിൽ 3, 4, 5 സെക്കൻഡ് മാത്രമേ നിർത്തൂ, അപ്പോഴേക്ക് ആൾ കയറും. അതായത് 5 മിനിറ്റ് വെച്ച് ട്രെയിൻ ഇങ്ങനെ വേറെ വന്നുകൊണ്ടിരിക്കും. 3, 4, 5 മിനിറ്റ് വെച്ച്. നമ്മളിപ്പോൾ ഈ നസീമെന്ന് പോകുന്ന ഈ ലൈന് പർപ്പിൾ ലൈനാട്ടോ. എനിക്ക് തിരിച്ചാണ് ഈ പർപ്പിൾ ലൈനിൽ തന്നെ കയറി വരണം. ബ്ലൂ, റെഡ്, പർപ്പിൾ, ഗ്രീന്, ഓറഞ്ച്, പിന്നെ യെല്ലോ, ഇങ്ങനെയാണ് ലൈനുകൾ വരുന്നത്. ഈ പർപ്പിൾ ലൈനിൽ കവർ ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ പിന്നെ ഖുറൈഷ് മാള്, ഹംറ മാള്, പിന്നെ ലുലു, യർമൂക്കുള്ള ലുലു,
അതുപോലെ ഗുർനാത്ത, കേഫ്റ്റി, ഇങ്ങനെയാണ് ആകാശങ്ങളുണ്ട്. വൈകുന്നേരം 6 മണിയാട്ടത്. മെട്രോ ചാലായതിനു ശേഷം പിന്നെ റോഡുകളൊക്കെ ബ്ലോക്ക് കുറയും. അതായത് റിയാദിൽ പ്രത്യേകം ജിദ്ദ, ദമാമിനെയൊക്കെ അപേക്ഷിച്ച് ഭയങ്കര ബ്ലോക്ക് കൂടുതലാണ് റിയാദിൽ. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കയറിയെടുത്തുനിന്ന് നമ്മുടെ കാർ എടുത്ത് പോവുകയാണെങ്കിൽ ഈ സമയത്ത്, അതായത് 6 മണി 5 മണി സമയത്ത് ഒരു 3/4 മണിക്കൂർ ടൈം എടുക്കും കാഫ്റ്റിലെത്താൻ, അതായത് കേഫ്റ്റിയിലെത്താൻ. ഇത് അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് എത്തും. 80 സ്പീഡിലാണ് പോകുന്നത്. മെട്രോവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 സ്പീഡിലാണ് പോവുക. ഫുള്ളാളായിട്ടുണ്ട്. ട്രെയിന് പോകുന്നതിൽ കാണാൻ കഴിയുള്ളൂ. ഗുർനാത്തയിലേക്കാണ് പോകുന്നത്. ട്രെയിൻ അവിടെ നമ്മുടെ കേഫ്റ്റി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. രക്ഷയില്ല കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ, വൃത്തിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വരുന്നത്, ട്രെയിന് അണ്ടർഗ്രൗണ്ടിലൂടെയൊക്കെ പോകുന്നുണ്ട്. അത് വരുന്നത് 30 മീറ്റർ താഴ്ചയിലൂടെയാണ്. അതായത് ഏകദേശം നമ്മളെ എന്താ പറയുക, സ്റ്റേഷനൊക്കെ 3 നിലയ്ക്ക് താഴേലേക്ക് ഇറങ്ങിയിട്ടാണ് സ്റ്റേഷൻ വരുന്നത് അണ്ടർഗ്രൗണ്ടിൻ്റെ. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ പർപ്പിളിൽ തന്നെ പിന്നെ പോകണം, എന്നാലാണ് നസീമിലെത്താൻ കഴിയുക. ഫുള്ളാണ്, നല്ല തിരക്കാണ്. ഇതിൽ ഫുള്ള് ലൈന് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ലൈന്, യെല്ലോ, പർപ്പിൾ, റെഡ്, ഓരോരോ വഴിക്ക് പോകുന്ന സ്റ്റേഷനുകളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് പർപ്പിളിലാണ്, അതായത് ഈ ലൈനിലാണ് പോകുന്നത്. ഇവിടെ ഇറങ്ങണം. ഇവിടുന്ന് കാഫ്റ്റ് എന്ന് വെറൈറ്റി. എയർപോർട്ട് യെല്ലോ, പിന്നെ സാബിക്ക്, കാഫ്റ്റ്, മുറൂച്ച് ഇങ്ങനെ വരുന്നതാണ് ബ്ലൂ. ഓറഞ്ച് ലൈൻ ഓപ്പൺ ആയിട്ടില്ല. ജനുവരി 1 ഓപ്പൺ ആകുക ഓറഞ്ച് ലൈൻ. ജിദ്ദ റോഡ് ഇങ്ങനെ പോയിട്ടുള്ള 2014 പണി തുടങ്ങിയത്. ഇതുപോലെ ഇത്രയും സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാതെ വന്നു. നമുക്ക് നസീമിക്കുള്ളത് തരണം. 1756. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സിംഗിൾ ക്ലാസ് ഉണ്ട്, ഫാമിലി ക്ലാസ് ഉണ്ട്. നമ്മൾ സിംഗിൾ ക്ലാസ്സിലാണ് കയറുന്നത്. പിന്നെ സെക്ഷൻ ഇല്ല കേട്ടോ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ മിക്സ് ആയിട്ടാണ് കയറാം. സിംഗിൾ ക്ലാസ് ആണെങ്കിലൊക്കെ നമ്മൾ സിംഗിൾ ക്ലാസ്സിലാണ് കയറുന്നത്. ഫുഡൊന്നും അലോഡല്ല കേട്ടോ, ട്രെയിനിൻ്റെ ഉള്ളിൽ കഴിക്കുന്നത്. നോ സ്മോക്കിങ്, ക്യാമറ നിരീക്ഷണത്തിലാണ്. അതുപോലെ ഫ്രീ വൈഫൈ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അറിയില്ല എങ്ങനെയാണ്. അപ്പോൾ ഗൈസ് പോയി വന്നിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തും ഇതുപോലെ കാർഡ് വെക്കണം. കാർഡ് വെച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. അതായത് 4 മണിക്കൂറിൽ കൂടുതലാകുകയാണെങ്കിൽ പിന്നെ വീണ്ടും 4 റിയാലും കൂടെ അധികമാവും. അങ്ങനെയാണ് സംഭവം. പിന്നെയെന്ന് വെച്ചാൽ ഇതുപോലെ ഇവിടെ ഇതിപ്പോൾ നസീമിലാണ്, ISLAമിൽ നസീമിൻ്റെ ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് നസീമാണ്. ഇവിടെ നിന്നൊക്കെ പിന്നെ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഈ ട്രാക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരോ മാളുകൾ, അതായത് ഗുർനാത്ത മാള്, ഖുറൈഷ് മാള്, അങ്ങനെയൊക്കെ മാളുകൾ ടച്ച് ആക്കിയിട്ട് പിന്നെ കാഫ്റ്റിലേക്ക് അങ്ങ് പോവുകയായി. അങ്ങനെയൊക്കെ പോകുന്നവർക്ക് നല്ല സൗകര്യമാണ്. ഇവിടെ വണ്ടി വെക്കുക. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ കാഫ്റ്റിലൊക്കെ പോയി വരണമെങ്കിൽ ഏകദേശം പിന്നെ 30-35 കിലോമീറ്റർ ഓടണം. 35 കിലോമീറ്റർ ഓടിയാൻ. പിന്നെ വേറെ ഒന്ന്, പ്രവാസികൾക്കൊക്കെ നമുക്ക് ജോലി സ്ഥലത്ത് അതായത് ഈ ഇപ്പം നസീം ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ
ഏകദേശം റൂമിനൊക്കെ വളരെ റെൻറ്റ് കുറവായിരിക്കും. അതായത് പിന്നെ കാഫ്റ്റേരിയ, അതായത് എക്സിറ്റ് 5, 6, 7, 8 ഏരിയയിലൊക്കെ അപേക്ഷിച്ച് ഇവിടെ ഏകദേശം അതിൻ്റെ പകുതി റെൻ്റ് ആവും. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു സുഖമായിരിക്കും. കാരണം ഇവിടെയൊക്കെ റൂം എടുത്ത് ഇവിടുന്ന് പിന്നെ മെട്രോന് 4 റിയാലാണല്ലോ വരിക. 4 റിയാൽ ഒരു വർഷത്തേക്കാട്ടോ 4 റിയാൽ എന്നുള്ളൊരിത് വന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും വലിയൊരു കൂടുതലൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ആയാലും പിന്നെ എല്ലാം കൊണ്ടും സുഖമാണ് യാത്ര ചെയ്ത് പോയി വരാൻ. നമ്മൾ സ്വന്തം കാർ തന്നെയാണെങ്കിലും പിന്നെ നമുക്ക് ഒരു 30 കിലോമീറ്ററൊക്കെ പോയി വരണമെങ്കിൽ ഒരു 10-20 റിയാലിൻ്റെ പെട്രോൾ ആവും. പിന്നെന്ന് പറഞ്ഞാൽ ഈ ജോലി സമയം രാവിലെ 8 മണി, പിന്നെ അതായത് രാവിലെ 6 മണി മുതൽ 10 മണി വരെ നല്ല ബ്ലോക്ക് തന്നെ ഉണ്ടാകുക. ഈ പിന്നെ റിയാദ് ഫുള്ളായിട്ട് ഏത് ഏരിയയിലാണെങ്കിലും. അതുപോലെ വൈകിട്ടും അങ്ങനെ തന്നെ. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പോയി വരാനും എല്ലാം കൊണ്ടും സുഖമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ ശനിയാഴ്ച ഒരു വീഡിയോ വരുന്നതായിരിക്കും. നമ്മളെ ജിദ്ദയിൽ നിന്നൊരു ഫ്ലൈറ്റ് വന്നില്ലായിരുന്നു റോഡ് വഴി. അത് ബോളിവുഡ് റൺവേ എന്ന് പറയുന്ന ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. സി യു.